പേരിയിൽ ഇന്നലെ പെയ്ത മഴ ഇപ്പോഴും തുടരുകയാണ്. പേരിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളക്കെട്ടാൽ മൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. മൊത്തം കാർഷിക വിളകളുള്ള പ്രദേശമാണ്. വാഴയും മറ്റുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് തന്നെയാണ്. ഏതായാലും നാട്ടുകാരൊക്കെ ഇപ്പൊ മഴയാണോ? നല്ല മഴയാണ്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. വെള്ളം കയറും. താഴ്ന്ന പ്രദേശം എപ്പോഴും വെള്ളം കയറലാണ്. പട്ടോളി എന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാനൊന്നും പറ്റില്ല. അവരെ കുറെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുക അവിടെ. ഇങ്ങോട്ട് ഒരുപാട് പോകാറുണ്ടല്ലേ? നമ്മൾ കുറെ പോകാനുണ്ട്. ഈ പെരിയ വില്ലേജിലെ രണ്ടാം പാടിലെ ഈ വട്ടോളി, കയറങ്കോട്ട്, അതുപോലെ കേലുമൽ ഉന്നതി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലാണ്. ഇനി മഴ രൂക്ഷമാകുകയാണെങ്കിൽ വലിയ പ്രയാസം അനുഭവിക്കും. എന്തായാലും വെള്ളം വളരെയധികം കയറിയിട്ടുണ്ട്. ഇത് തന്നെയാണ്. ഇതിന്റെ മറുഭാഗത്ത് നിരവധി ആദിവാസി ഊരുകൾ അടക്കമുള്ള പ്രദേശങ്ങളുണ്ട്, നിരവധി കുടുംബങ്ങളുണ്ട്. ഇവർ പൂർണ്ണമായും ഒറ്റപ്പെട്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാർഷിക വിളകളൊക്കെ ഇപ്പോൾ വാഴക്കുല സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാം മൂപ്പെത്തിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. എല്ലാം വെള്ളത്തിനടിയിൽ തന്നെയാണുള്ളത്. ഏതായാലും ഈ കണ്ണൂരിനോട് ചേർന്നുള്ള മലപ്രദേശത്ത് പെയ്യുന്ന ശക്തമായ മഴയാണ് ഈ വെള്ളക്കെട്ടിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം. ഏതായാലും ഈ മലപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും മഴ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ പെയ്ത മഴയ്ക്കാണ് ഇത്രയ്ക്കും വെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനിയും നിരവധി വീടുകൾ അങ്ങോട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും വയനാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലടക്കം അതിതീവ്രമായുള്ള മഴ ഇപ്പോഴും തുടരുന്നു.